KSFയുടെ പേരിൽ സംസ്ഥാന വ്യാപകമായി ലക്ഷങ്ങളുടെ തട്ടിപ്പ്. ജപ്തി നടപടികളിൽ നിന്ന് രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. കണ്ണൂർ നടുവിൽ സ്വദേശി ഫോർബിൻ ജോസഫിനെതിരെ കബളിപ്പിക്കപ്പെട്ട 20ഓളം പേർ പോലീസിൽ പരാതി നൽകി. വസ്തുവകകൾ പണയപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ നൽകിയവർ ആത്മഹത്യയുടെ വക്കിലാണ്. അല്ലെങ്കിൽ പറ്റിക്കുന്ന മനുഷ്യനെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അവൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ആ പൈസ അടക്കാൻ പറഞ്ഞപ്പോൾ ഇവൻ എൻ്റെ നേർക്ക് കത്തിയെടുത്തിട്ട് വന്നു. ഈ KSFയുടെ പേര് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. ഒരു 56 ലക്ഷം രൂപയോളമുണ്ട് മൊത്തം. എൻ്റെ വീടിൻ്റെ ആധാരവും വണ്ടി പിന്നെ ഞാൻ വാങ്ങിക്കൊടുത്ത് ആൾക്കാരുടെ പൈസ എല്ലാം കൂടെ കൂടിയിട്ട്. KSF ചിട്ടിക്കുടിശ്ശികയായവരെയും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ വായ്പാ കുടിശ്ശികയുള്ളവരെയും കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ്. ജപ്തി നടപടികളിൽ നിന്ന് രക്ഷിക്കാമെന്ന് വിശ്വസിപ്പിച്ച് വസ്തുരേഖകൾ കൈവശപ്പെടുത്തി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തുകയും സ്വത്തുടമകളെ കൊണ്ട് ഒപ്പിടുവിച്ച് പണം കൈക്കലാക്കുകയും ചെയ്തു. ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇങ്ങനെ KSFയുടെ പേരുപയോഗിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയത്. അപ്പോൾ ഏകദേശം ഞാൻ 10-20 ലക്ഷം 21 ലക്ഷത്തി സംതിങ്ങോളം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് പൈസ ഒരു 4-5 ലക്ഷം രൂപ തിരിച്ചു തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്, എല്ലാ തെളിവുകളും. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല പൈസ. കണ്ണൂർ നടുവിൽ സ്വദേശി ഫോർബിൻ ജോസഫാണ് തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത്. തട്ടിപ്പിന് ഇരയായവരിൽ സഹപ്രവർത്തകർ പോലുമുണ്ട്. ഞാൻ വിചാരിച്ച എൻ്റെ കൂട്ടുകാരൻ എന്നെ ചതിക്കൂല, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതല്ലേ, അവൻ എടുത്തോട്ടെ, ആധാരം വെറുതെ വീട്ടിലിരിക്കുന്നതല്ലേ, എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് ഇവൻ്റെ കൂടെ ഞാൻ കൂടിയത്. എൻ്റെ വീടിൻ്റെ പൈസ അടയ്ക്കാതെയായി. അന്നേരമൊക്കെ ഇവൻ പറഞ്ഞു, ഞാൻ നിനക്ക് 10 പൈസ തരാനില്ല, നിന്നെ കൊണ്ടാകും പോലെ നീ ചെയ്തു, നീ പൈസ മുഴുവൻ നീ അത് അടിച്ചെടുത്ത്, അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തമായുള്ള വാഹനം ഈടായി നൽകി തിരിച്ചു കിട്ടാതെ കഷ്ടത്തിലായവരും തട്ടിപ്പിനിരയായവരുടെ കൂട്ടത്തിലുണ്ട്. വണ്ടി ലോണിലെ വണ്ടിയാണ്. അപ്പോൾ ലോൺ ഞാൻ അടച്ചോളാം എന്നുള്ള രീതിയിൽ അയാൾ വണ്ടി എടുത്തു. ഒരു എഗ്രിമെൻ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമെല്ലാം കുറച്ചെല്ലാം അടവ് കൃത്യമായിട്ട് അടച്ചു. അപ്പോൾ ഞാൻ ഗൾഫിലുള്ള സമയത്ത് തന്നെ ഫിനാൻസിൻ്റെ ആൾക്കാരനെ വിളിക്കാൻ തുടങ്ങി. ഒരടവ് ഞാൻ തന്നെ 2 അടവ് ഞാൻ അടച്ചു. അതിന് പിന്നെ ഇയാൾ അടക്കുന്നേയില്ല. ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ ഫോർബിൻ ജോസഫിനെതിരെ കണ്ണൂർ ജില്ലാ റൂറൽ SPക്ക് 15ഓളം പേർ പരാതി നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയ്ക്ക് പുറമെ തിരുവനന്തപുരത്തും ഇയാൾ സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ആലക്കോട് പോലീസ് തട്ടിപ്പിനിരയായ പ്രസന്നകുമാരിയുടെ പരാതിയിൽ കേസെടുത്തെങ്കിലും കാര്യമായ അന്വേഷണം നടക്കുന്നില്ലെന്നും ആക്ഷേപം. റിപ്പോർട്ടർ, കണ്ണൂർ.